നമുക്ക് ചുറ്റും അപ്രസക്തരായ ധാരാളം ആളുകളില്ലേ? ആരും ശ്രദ്ധിക്കാനില്ലാതെ, ആരോരുമില്ലാതെ. ചിലപ്പോഴൊക്കെ ചില അക്രമങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ചിലരൊക്കെ ഉള്ളതായി നാം ഉൾപ്പെടുന്ന പരിഷ്കൃത സമൂഹം അറിയുന്നത് തന്നെ. ഒരിക്കൽ യേശു തമ്പുരാൻ്റെ മുൻപിലും ഇതുപോലൊരാളെത്തി. വലിയൊരു കൺവെൻഷൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് യേശു തമ്പുരാൻ മലമേൽ നിന്നിറങ്ങിയപ്പോഴാണ് ആ മനുഷ്യൻ വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗിരിപ്രഭാഷണം എന്ന പേരിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾക്ക് ശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി, അവൻ ശുദ്ധമായി. തൊട്ടു മുൻപുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗിരിപ്രഭാഷണമൊന്നും ആ പ്രസംഗങ്ങളൊന്നും അവൻ കേട്ടു കാണണമെന്നില്ല. കാരണം അവൻ പാളയത്തിന് പുറത്തു മാത്രം നിൽക്കാൻ അനുവദിക്കപ്പെട്ടവനാണ്. ആൾക്കൂട്ടത്തിൽ പരസ്യമായി കടന്നു വരുവാൻ അനുവാദമില്ലാത്ത ഒരുവൻ. അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇവിടെ ഉണ്ടാകേണ്ട ഒരു ചിന്ത, അവനും ഒരു ദൈവസൃഷ്ടിയല്ലേ, അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ലല്ലോ. അതുകൊണ്ടാകണം യേശു ഉടൻ കൈ നീട്ടി അവനെ തൊട്ടു, അവൻ സൗഖ്യമായി, ശുദ്ധനായി. നമ്മുടെ മുൻപിൽ കാണുന്ന എല്ലാവരെയും വിധിക്കുക എന്നത് നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞു. ഒരുവൻ്റെ രൂപവും നിറവും ചുറ്റുപാടുകളും ഭാഷയും സംസ്കാരവും ഒക്കെ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ അവനും ദൈവസൃഷ്ടിയാണെന്നും നമ്മെപ്പോലെ തന്നെ ഈ സൃഷ്ടിയുടെ എല്ലാ സാധ്യതകളും അവനും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് നമ്മെ കൂടെ പഠിപ്പിക്കുന്നതാണ് ഈ സൗഖ്യദാനം. ഇത് ആധുനിക സമൂഹത്തിന് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവുകയാണ്. എനിക്ക് തൊടുവാൻ മനസ്സുണ്ട്, അവനെ ചേർത്ത് നിർത്താൻ നിനക്കെന്തേ മനസ്സില്ലാത്തത് എന്ന ചോദ്യത്തിന് നാം ഉത്തരം കണ്ടുപിടിക്കണം. ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നവനാകണം ക്രിസ്ത്യാനി. ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.